നമസ്കാരം. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നൊരു സംഭവമാണ് ഉത്തർപ്രദേശിലെ ജാൻസി ഹോസ്പിറ്റലിൽ ഉണ്ടായിട്ടുള്ള തീപിടുത്തം. 10 കുഞ്ഞുങ്ങളെയാണ് നഷ്ടപ്പെട്ടത്. നമ്മൾ എത്രത്തോളം ഡെവലപ്ഡ് ആകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പല കാര്യത്തിലും നമ്മളിപ്പോഴും പിന്നോക്കാവസ്ഥയിലാണ് എന്നതിന് ഉദാഹരണമാണിത്. ഓരോ വർഷവും ഇത്തരത്തിലുള്ള നിരവധി ഇൻസിഡന്റുകളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. എനിക്കൊന്ന് നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലാണ് കൂടുതലും ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ വാർത്തകളുടെയൊക്കെ തന്നെ ഹെഡിങ്സ് ആണ്, സ്ക്രീൻഷോട്ട്സ് ആണ് ഞാൻ ഇവിടെ കാണിച്ചിരുന്നത്. ചുമ്മാ പറയുന്നതല്ല, ഒരുപാട് വാർത്തകൾ നമുക്ക് കാണാൻ സാധിക്കും. ഫയർ ആക്സിഡന്റുകൾ മാത്രമല്ല, ഓക്സിജൻ കിട്ടാതെ വരെ നിരവധി കുഞ്ഞുങ്ങളെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് പല ഹോസ്പിറ്റലുകളിലായിട്ട്. അങ്ങനെ ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പക്ഷേ ഓരോ വർഷം ചെല്ലുന്തോറും അതിനൊരു മാറ്റം വരുന്നില്ല എന്നതാണ് ഏറ്റവും വലിയൊരു അതിശയം. എല്ലാ കാര്യത്തിലും ഇന്ത്യ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇന്ത്യ വളരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. We are the fastest growing economy in the world. Highest GDP growth ആണ്. ഇനി വേറെ കുറെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സ്പേസ് ടെക്നോളജി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ 5th ലാർജസ്റ്റ് ആണ്. മിലിറ്ററി പവർ ആണെങ്കിൽ 2nd ലാർജസ്റ്റ് മിലിറ്ററി പവർ ഇൻ ദ വേൾഡ്. ആൻഡ് ഡിഫൻസിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ 4th പൊസിഷൻ. ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ഡെവലപ്മെന്റ് ഉണ്ട്, ഗ്രോത്ത് ഉണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. എക്കണോമിക് ഗ്രോത്ത് ആണല്ലോ ഏറ്റവും വലിയ കാര്യം. എക്കണോമിക് ഗ്രോത്തും GDP ഗ്രോത്തും ആണല്ലോ ഏറ്റവും വലിയ കാര്യം. ഒരു ലാസ്റ്റ് 10 ഇയേഴ്സ് കൊണ്ടാണ് ഇത്രയും ഗ്രോത്ത് ഒക്കെ ഉണ്ടായത്. പക്ഷേ നമ്മൾ ഇന്ത്യയിലേക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ഇതിൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഒരു ഗ്രോത്തും കാണാൻ പറ്റുന്നില്ല. പുവർ പീപ്പിൾ ഇപ്പോഴും പുവറായിട്ട് തന്നെ ഇരിക്കുകയാണ്, പോവർട്ടിയാണ്. അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊന്നും തന്നെ കിട്ടുന്നില്ല, അവർക്ക് വേണ്ടിയുള്ള ഇൻഫ്രാസ്ട്രക്ചറുകളില്ല, ഫെസിലിറ്റീസ് ഇല്ല, ഒന്നുമില്ല. പിന്നെ എന്ത് ഗ്രോ ചെയ്യുന്നതാണ്? മറ്റുള്ള രാജ്യങ്ങളുടെ വെളിയിലുള്ള രാജ്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇന്ത്യ ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്യുന്നുണ്ട്, വളരുന്നുണ്ട്, നല്ലൊരു ഗ്രേറ്റസ്റ്റ് പൊസിഷനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അടിസ്ഥാനപരമായിട്ട് ഇവിടുത്തെ സാധാരണക്കാർക്ക് ഒരു വളർച്ചയും ഉണ്ടാകുന്നില്ലെന്നുണ്ടെങ്കിൽ, അവരിപ്പോഴും സഫർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എന്താണ് ഈ GDP ഗ്രോത്ത് കൊണ്ടും എക്കണോമിക് ഗ്രോത്ത് കൊണ്ടും ഉദ്ദേശിക്കുന്നത്? ഈ ലോകത്തുള്ള മറ്റ് രാജ്യമൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ സഫർ ഫ്രം ദ ഗ്രേറ്റസ്റ്റ് ഇൻകം ഇൻഇക്വാളിറ്റി. കാരണം എന്താ? ഇവിടുത്തെ 10% വരുന്ന പോപ്പുലേഷനാണ് 77% ഇൻകം, നാഷണൽ ഇൻകം ഹാൻഡിൽ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഫസ്റ്റ് പൊസിഷനിലാണ് പോപ്പുലേഷൻ്റെ കാര്യത്തിൽ. അപ്പോൾ ആ ഒരു നമ്പർ നിങ്ങളൊന്ന് ആലോചിക്കും. ഹ്യൂജ് ഡിഫറൻസ് ആണ്. ഹ്യൂജും അല്ല, അതിനേക്കാട്ട് വലിയ ഡിഫറൻസ് ആണ്. 77% നാഷണൽ വെൽത്തും 10% വരുന്ന പോപ്പുലേഷനാണ് ഹോൾഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്കണോമിക് ഗ്രോത്തും ഈ GDP ഗ്രോത്തും ഒക്കെ തന്നെ നല്ല രീതിയിൽ ബെനിഫിഷ്യലാണ്. ആർക്ക്? ഈ 10% വരുന്ന റിച്ചസ്റ്റ് പീപ്പിളിന് മാത്രം. ബാക്കിയുള്ള 90% സാധാരണക്കാർ ഇപ്പോഴും നമ്മുടെ ഇവിടെ സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വേറെ ഒരു കാര്യവും ഉണ്ടാവണമെന്നില്ല. 4 കാര്യത്തിൽ നമുക്ക് ഡെവലപ്മെന്റ് ഉണ്ടായാൽ മതി. ഏതൊക്കെയാണ്? എഡ്യൂക്കേഷൻ, ഹെൽത്ത്, എംപ്ലോയ്മെന്റ്, ഫുഡ്. ഈ 4 കാര്യത്തിൽ സാധാരണക്കാർക്ക് കൃത്യമായിട്ടുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര നല്ലതാണ്. ആ 4 കാര്യത്തിൽ ഗ്രോത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഗ്രേറ്റസ്റ്റ് ആണ്, വേറെ കാര്യം ഒന്നുമില്ലെങ്കിലും. ഇവിടുത്തെ പുവർ പീപ്പിള് എപ്പോഴും സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയോ ഗ്രോത്ത് ഉണ്ടെന്ന് പറയുന്നുണ്ട്, ഒരു ഗ്രോത്തും ഇല്ല. സാധാരണക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സാധാരണക്കാർ ഇവിടെ പട്ടിണി കിടക്കുമ്പോൾ 10% വരുന്ന ആൾക്കാരെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഡെവലപ്മെന്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്ത് കാര്യമാണുള്ളത്? എന്ത് പ്രയോജനമാണുള്ളത്? അതുകൂടാതെ തന്നെ നമ്മുടെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഓരോ വർഷം കൂടുന്തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ്, കുറയുവല്ല. പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ച് അൺഎംപ്ലോയ്മെന്റ് റേറ്റും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ഇപ്പോഴും പല കാര്യത്തിലും, അടിസ്ഥാനപരമായിട്ടുള്ള കാര്യത്തിൽ, ഞാൻ പറഞ്ഞില്ലേ, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഫുഡ്, എംപ്ലോയ്മെന്റ്, ഇത്തരത്തിലുള്ള അടിസ്ഥാനപരമായ കാര്യത്തിൽ ഇപ്പോഴും വളരെ പിന്നോക്കാവസ്ഥയിലാണ്, വളരെ താഴെയാണ്. ഇതിന് മാറ്റം വരുന്നില്ലെങ്കിൽ GDP ഗ്രോത്ത് ഉണ്ടെന്ന് പറഞ്ഞിട്ടും എക്കണോമിക് ഗ്രോത്ത് ഉണ്ടെന്ന് പറഞ്ഞിട്ടും ഒരു രാജ്യം എന്നുള്ള രീതിയിൽ നമ്മൾ പുരോഗമിക്കുന്നു എന്ന് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. ഇവിടുത്തെ സാധാരണക്കാരെയാണ് ആദ്യം പുരോഗമനത്തിലേക്ക് എത്തിക്കേണ്ടത്. സാധാരണക്കാരാണ് ആദ്യം ഡെവലപ്ഡ് ആകേണ്ടത്. എന്നിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ.